എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് ദശകം 82 ബാണയുദ്ധവും മൃഗമോക്ഷവും എന്നാണ് ദശകത്തിന്റെ ഹെഡിങ്. അപ്പൊ അതിലെ ബാണയുദ്ധം മൃഗമോക്ഷമൊക്കെ പറയുന്നതിന് മുമ്പ് ഭഗവാൻ ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ജീവിതത്തിൽ ഉള്ള കുറെ സംഭവങ്ങളും കൂടി അതിൽ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ദശകം ഒന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 82 ബാണയുദ്ധവും മൃഗമോക്ഷവും. പ്രദ്യുമ്നോ രൗക്മിണേയഃ സഖലു തവ കലാ ശംബരേണാഹൃതസ്ഥം ഹത്വാരത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോധാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം ന്യവധിമുസലിനാ രുക്മ്യവിദ്യൂതവൈരാത് ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോർമാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ ത്വത്പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. യോഗിന്യതീവ കുശലാ ഖലു ചിത്രലേഖാ തസ്യാ സഖി വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശ്ചായമാനേഷ്ടയോഗബലദോ ഭവതോ നികേതാത്. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കദഞ്ചന ബബദ്ധുഷി ശർവബന്ധൗ ശ്രീനാരദോക്തതദുദന്തദുരന്തരോഷൈസ്ത്വം തസ്യ ശോണിതപുരം യദുഭിർന്യരുന്ധാ. പുരീപാലശൈലപ്രിയദുഹിർദുനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതേ യദുബലമശങ്കം നിരുരുധേ. മഹാപ്രാണോ ബാണോ ഝടതി യുയുധാനേന യുയുധേ ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാ ജഘടിഷേ. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷി തവാസ്ത്രേണ ഗിരിശേ ദ്രുതാ ഭൂതാ ഭീതാ പ്രമഥകുലവീരാ പ്രമഥിതാ. പരാസ്കന്ദ കുസുമശരബാണൈശ്ച സജീവ സകുംഭാണ്ഡോ ബാണ്ഡം നവമിവ ബലേനാശു ബിബിതേ. ചാപാനാം പഞ്ചശത്യാ പ്രസഭമുപഗതേ ഛിന്ന ചാഭേദബാണേ വ്യർത്ഥേ യാതേ സമേതോ ജ്വരപതിരശനൈരജ്വരിത്വജ്വരേണ. ജ്ഞാനീ സ്തുത്വാ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാത് പ്രായോന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാ. ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാദ്യുതന്വൻ നിർലൂനാശേഷദോഷം സപദി ബുബുധുഷാ ശങ്കരേണോപഗീത. തദ്വാചാ ശിഷ്ടബാഹുദ്യുദയമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമഃ സാനിരുദ്ധഃ സകോശ. മുഹുസ്താവച്ഛക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേലനി അനിലസഖം. വിധിം വത്സസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷീ തദയമവതാരോ ജയതി തേ. ദ്വിജരുഷാ കൃകലാസവബുർധരം നൃഗനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാമുപദിശൻ പവനേശ്വര പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഇവിടെ ഭഗവാൻ ആ നരകാസുര വധമൊക്കെ കഴിഞ്ഞ് അവിടെ ഗൃഹസ്ഥാശ്രമിയായിട്ട് 16,008 ഭവനങ്ങള്, അതിൽ എല്ലാറ്റിലും ഭഗവാൻ
ഓരോ ഭാവങ്ങളിൽ വിളങ്ങുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. നാരദര് കണ്ടിട്ട് അതിശയിച്ചു പോയി, ആശ്ചര്യപ്പെട്ടു എന്നെല്ലാം കണ്ടു. അപ്പൊ അങ്ങനെ വളരെ സന്തോഷമായിട്ട് അവിടെ ദ്വാരകാപുരിയില് ദ്വാരകാധീശനായിട്ട് വാണരുളുന്ന ആ സമയത്ത് രുക്മിണി ദേവി പ്രസവിച്ചു. രുക്മിണി ദേവിയുടെ ഗർഭത്തില് കാമദേവന്റെ അവതാരമായിട്ടുള്ള പ്രദ്യുമ്നൻ എന്നാണ് ആ ഉണ്ണിക്ക് പേര്. അപ്പൊ വളരെ ഭഗവാന്റെ അംശമാണ് രുക്മിണി ദേവിയുടെ പുത്രൻ. അപ്പൊ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ജന്മം. അപ്പൊ കാമദേവന്റെ അവതാരമാണ് എന്നാണ് പ്രദ്യുമ്നൻ. അപ്പൊ അവിടെ വേറൊരു കഥ നടക്കുന്നുണ്ട്. ശിവന്റെ നേത്രത്തിൽ നിന്ന് വന്ന അഗ്നി കൊണ്ട് കാമദേവനെ ദഹിപ്പിച്ചു. അപ്പൊ രതിദേവി വളരെ സങ്കടപ്പെട്ടു ശിവനോട്. സ്വന്തം ഭർത്താവിനെ എനിക്ക് തിരിച്ചു നൽകണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോ ഒരു ശാപം കിട്ടുക, അതിനൊക്കെ അപ്പൊ ആ സമയം, ആ കാലം അതിന് അനുകൂലമാവണം. അപ്പൊ ശാപമോക്ഷം കിട്ടണമെങ്കിലും ആ ശാപത്തിന്റെ അത് അനുഭവിച്ചതിന് ശേഷം പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശിവൻ പറഞ്ഞു കൊടുത്തു രതിദേവിയോട്, ഇവിടെ ശംബരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരന്റെ അവിടെ ഒരു ദാസിയായിട്ട് പോയിട്ട് ജീവിച്ചോളാൻ പറഞ്ഞു. അവിടെ കാമദേവന്റെ പുനർജന്മമായിട്ടുള്ള ആൾ അവിടെ എത്തും. അതെങ്ങനെ, ഏത് വിധത്തിൽ എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ ആ സമയത്താണ് ഇവിടെ പ്രദ്യുമ്നന്റെ ജനനം ഉണ്ടാകുന്നത്. അപ്പോ ആ കുട്ടിയെ ഈ ശംബരൻ എന്ന ഒരു അസുരൻ അപഹരിക്കുകയാണ്. അപഹരിച്ച് ആ കുട്ടിയെ കടലിൽ എറിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ശംബരന് വിരോധമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അപ്പൊ അത് അങ്ങനെ വിശദമായിട്ടൊന്നുമില്ല, ഓരോ വാക്കുകളിൽ കൂടിയാണ് നമുക്കിവിടെ കഥ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ കഥ പറയാതിരുന്നാൽ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഭാവം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് ആ കഥ പറയുന്നത്. അങ്ങനെ ആ കുട്ടി കടലിൽ എറിഞ്ഞപ്പോ ഒരു മുക്കുവനെ ഒരു മത്സ്യം ആ കുട്ടിയെ വിഴുങ്ങി എന്നാണ്. അതിനുശേഷം ഒരു മുക്കുവൻ ആ മത്സ്യത്തെ പിടിച്ചു. ആ മത്സ്യം ഇവിടെ കൊണ്ടുവന്നത് ഈ ശംബരന്റെ ഗ്രഹത്തിലാണ് കൊണ്ടുവന്നത്. അപ്പൊ ശംബരൻ ദാസിയായിട്ടുള്ള സ്ത്രീയോട്, അതായത് രതിദേവിയാണ് അവിടെ ദാസിയായിട്ടുള്ളത്, അവരോട് പറഞ്ഞു ഇത് കറി വെക്കാനോ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ആ മത്സ്യത്തിനെ പിളർന്നപ്പോ അതില് ഈ കുട്ടിയെ കിട്ടി. ആ കുട്ടിയെ ഈ രതിദേവി വളരെ സന്തോഷപൂർവ്വം വളർത്തി, ആരും അറിയാതെ ആ കുട്ടിയെ വളർത്തി എന്നാണ്. അങ്ങനെ അപ്പൊ അത് വിവരങ്ങളൊക്കെ മനസ്സിലാക്കാണല്ലോ. മനസ്സിലാക്കി പിന്നീട് ആ ശംബരനെ നിഗ്രഹിച്ചു കഴിഞ്ഞ് രതിദേവിയോട് കൂടിയിട്ട് പ്രദ്യുമ്നൻ ദ്വാരകയിലേക്ക് എത്തുകയാണ്. അപ്പൊ ആ കഥ അങ്ങനെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പ്രദ്യുമ്നന്റെ വിവാഹമാണ്. പ്രദ്യുമ്നൻ ആരെയാണ് ആഗ്രഹിച്ചത്? പ്രദ്യുമ്നനെ ആഗ്രഹിച്ച ഒരാളുണ്ട്. അതാണ് രുക്മിണിന്റെ സഹോദരനായിട്ടുള്ള രുക്മിയുടെ മകള്. അപ്പൊ അവിടെയും മുറപ്പെണ്ണാണല്ലോ. അവള് വളരെ ഭാഗ്യവതിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇപ്പൊ പ്രദ്യുമ്നന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വളരെ ശരീരകാന്തിയിലും എല്ലാറ്റിലും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ പ്രദ്യുമ്നന്റെ സാമർഥ്യത്തെ പറ്റിയൊക്കെ കേട്ടിട്ട് പ്രദ്യുമ്നനിൽ അനുരക്തയായിട്ടുള്ള കുട്ടിയാണ് അവള്. അവളുടെ പേര് രുക്മവതി എന്നാണ്. അങ്ങനെ അവളെ കല്യാണം കഴിക്കുകയാണ്. ആ കല്യാണം കഴിക്കാനും കുറച്ച് അപഹരിച്ചു കൊണ്ടുപോരുന്ന പോലെ തന്നെയാണ്. കാരണം രുക്മി സമ്മതിക്കില്ലല്ലോ, രുക്മിക്ക് വിരോധമുണ്ട്. അതിനുശേഷം അപ്പൊ ഒരു ശ്ലോകത്തില് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിന്റെ കൃത്യത നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ പ്രദ്യുമ്നന് പുത്രൻ ഉണ്ടാവുകയാണ്. പ്രദ്യുമ്നന്റെ പുത്രനാണ് അനിരുദ്ധൻ.
അപ്പൊ അനിരുദ്ധൻ അനിരുദ്ധൻ എന്നുള്ള കഥാപാത്രം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളതാണ്. അങ്ങനെ അനിരുദ്ധൻ വിവാഹം ചെയ്തത് രുക്മിയുടെ പൗത്രിയാണ്, പുത്രിയുടെ പുത്രിയാണ്. രോചന എന്നാണ് അവളുടെ പേര്. അപ്പൊ അങ്ങനെ പുത്രന്റെയും പൗത്രന്റെയും ഒക്കെ വിവാഹം കഴിഞ്ഞു. അപ്പൊ സമയം കുറച്ച് പോയിട്ടുണ്ട്. അവിടെ വെച്ച് എന്ത് സംഭവിച്ചു? ആ വിവാഹത്തിൽ വെച്ചിട്ട്, ആ വിവാഹത്തും ഒക്കെ ഗംഭീരമായിട്ട് നടന്നു. അവിടെ വെച്ച് ബലരാമൻ ഈ രുക്മിയായിട്ട് ചൂത് കളിച്ചു. ചൂത് കളിച്ചിട്ട് രുക്മി ശരിക്കും തോൽക്കാണ് ചെയ്തത്. പക്ഷെ അവിടെ എന്തോ കള്ളത്തരം ചെയ്തു. കള്ളത്തരം ചെയ്തു കഴിഞ്ഞപ്പോ ബലരാമൻ ആ രുക്മിയെ വധിച്ചു. അപ്പൊ ഈ രുക്മി ഒരു പ്രതിജ്ഞ എടുത്തിട്ട് സ്വന്തം രാജ്യത്ത് താമസിക്കുന്നുണ്ടായിരുന്നില്ല. എന്താണ്, ഈ ശ്രീകൃഷ്ണനെ വധിച്ചതിന് ശേഷം ഞാൻ എന്റെ സ്വന്തം രാജ്യത്തേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശപഥം എടുത്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത്ര പുണ്യൊന്നും അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്ത് പോലും പോവാൻ സാധിച്ചില്ല. അങ്ങനെ ബലരാമസ്വാമിയുടെ കൈകൊണ്ട് വധം ഉണ്ടായി എന്നാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ബാണാസുരന്റെ കഥയാണ് പിന്നെ പറയുന്നത്. ബാണാസുരൻ മഹാബലിയുടെ പുത്രനാണ്, വളരെ തികഞ്ഞ ശിവഭക്തനാണ്. അപ്പൊ ശിവനെ പൂജിച്ച് ശിവന്റെ അനുഗ്രഹത്തോടുകൂടി 1000 കൈകൾ ഉണ്ടെന്ന് പറയുന്നു ബാണാസുരന്. അപ്പൊ ധാരാളം പ്രവർത്തിക്കാനുള്ള ശേഷി കൊടുത്തതാണ്. പരമശിവൻ നന്നായി പ്രവർത്തിക്കാൻ ശക്തിയുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ ഭക്തനാണ്. അതുകൊണ്ട് നല്ലപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയായിരിക്കും ധാരാളം കൈകൾ നൽകിയത്. അങ്ങനെയുള്ള ബാണാസുരൻ ഒരു മകളുണ്ട്, വളരെ മഹിത ദുഹിത എന്നാ പറഞ്ഞിട്ടുള്ളത്, മാന്യപുത്രിയായിട്ടുള്ള, വളരെ എല്ലാവരാലും മാനിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും വളരെ ഇഷ്ടം തോന്നുന്ന ഒരു കുട്ടിയാണ്. ഉഷ എന്നാണ് അവളുടെ പേര്. അവള് ശ്രീകൃഷ്ണന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം സ്വപ്നത്തില് ആ അനിരുദ്ധനെ കണ്ടു. സ്വപ്നത്തിൽ അവള് സംയോഗം അനുഭവിച്ചു എന്നാണ്. അങ്ങനെ ഉറക്കമുണർന്നപ്പോ അവൾക്ക് വളരെയധികം ദുഃഖം തോന്നി. കാരണം ഇത് സ്വപ്നത്തിൽ, അവള് ശരിക്കും സ്വപ്നത്തിൽ ജീവിച്ച പോലെയാണ്. അപ്പൊ അവൾക്ക് വളരെ സങ്കടം തോന്നി. അത് കഴിഞ്ഞ് അവൾക്കൊരു തോഴിയുണ്ട്, ചിത്രലേഖ എന്നാണ്. അവളുടെ പേര് പോലെ തന്നെ ചിത്രം വരയ്ക്കാനൊക്കെ വളരെ വൈദഗ്ധ്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അവള് ബാണാസുരന്റെ മന്ത്രിയായിട്ടുള്ള കുംഭാണ്ഡൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ട് ബാണാസുരന്. ആ മന്ത്രിയുടെ മകളാണ്. പിന്നെ ഒരേ പ്രായക്കാരാണ്. അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരെ പോലെയാണ്. തോഴി, അവിടെ ജോലിക്കാരി ആണെങ്കിൽ കൂടി തോഴിയായിട്ടും ആണ്. അപ്പൊ അവൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെ ചില വിദ്യകളൊക്കെ സ്ത്രീകൾ പഠിച്ചിരുന്നു എന്നാണ്. തിരസ്കരണീ വിദ്യ എന്നാണ് അങ്ങനെ ഒരു വിദ്യ. അപ്പോ പിന്നെ ഈ ചിത്രം വരയ്ക്കുക, അങ്ങനെ പല വിദ്യകൾ അവൾക്കറിയാം. നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് ചിത്രലേഖ. അവള് എല്ലാവരുടെയും ചിത്രങ്ങള്, ദേവന്മാരുടെയും അങ്ങനെ ശ്രീകൃഷ്ണൻ കുറെ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചു. അപ്പൊ ഇതിൽ ആരെയാണ് നീ സ്വപ്നം കണ്ടത് എന്ന് ചോദിക്കാനായിട്ട്. അപ്പൊ ഇപ്പൊ കമ്പ്യൂട്ടർ പ്രിന്റ് ഇതൊക്കെ എടുക്കില്ലേ, ഓരോ കുറ്റം തെളിയിക്കാനും ഒക്കെ ആയിട്ട്, അതുപോലെ അവള് വരയ്ക്കുകയാണ് ചെയ്തത്, വരച്ചു കാണിച്ചു. അപ്പൊ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചു. അപ്പൊ കുറച്ചൊരു സാമ്യം തോന്നി. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് പ്രദ്യുമ്നന്റെ വരച്ചു, അനിരുദ്ധന്റെ വരച്ചു. അപ്പോഴാണ് ശരിക്കും ഈ ആളായിരുന്നു എന്നുള്ളത്. അപ്പൊ ചിത്രലേഖയ്ക്ക് ചില കഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവള് ദ്വാരകയിലെ സ്വന്തം രാജധാനിയില് അവിടെ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഈ അനിരുദ്ധൻ പോലും അറിയാതെ കൊണ്ടുവന്ന് ഉഷയുടെ മുറിയിൽ എത്തിച്ചു എന്നാണ്. അപ്പൊ അതാണ് തിരസ്കരണീ വിദ്യ എന്നൊക്കെയാണ് അതിന് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത്. ഓരോ വിദ്യകളാണ്, ഓരോ മായാപ്രയോഗങ്ങൾ എന്ന് പറയാം. അപ്പൊ അക്കാലത്ത് സ്ത്രീകളും അതിലൊക്കെ വിദഗ്ധകളായിരുന്നു എന്നാണ്.
അങ്ങനെ അവിടെ കൊണ്ടുവന്നു, ഉഷയുടെ അടുത്ത് എത്തിച്ചു. എത്തിക്കഴിഞ്ഞപ്പോ അനിരുദ്ധനും ഉഷയുടെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടു. അവര് രണ്ടുപേരും കൂടി സന്തോഷിച്ചു. പക്ഷെ ഒരച്ഛനും ഒരു മാതാപിതാക്കളും സഹിക്കില്ലല്ലോ അങ്ങനെ സ്വന്തം മകളുടെ മുറിയില് വേറെ ഒരു അന്യപുരുഷൻ. അതുകൊണ്ട് തന്നെ ബാണൻ, ഉഷയുടെ അച്ഛനായിട്ടുള്ള ബാണാസുരന് അതിയായിട്ടുള്ള ദേഷ്യം വന്നു. അനിരുദ്ധനെ തടവിലാക്കി. അപ്പൊ നമ്മള് വള്ളത്തോളിന്റെ കവിത ബന്ധനസ്ഥനായ അനിരുദ്ധനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അനിരുദ്ധൻ മോശക്കാരനൊന്നുമല്ല, എല്ലാ വിധത്തിലുള്ള കഴിവുകളുള്ള ആളാണ്. അവിടെ പിടിച്ച് അവിടെ തടവിലാക്കിയെന്നാണ്. ശരിക്ക് അത് ഒരു വിധത്തില് ഒരാൾ മാത്രമല്ല തെറ്റുകാരൻ. പക്ഷെ അവളുടെ റൂമിൽ വന്നത് എങ്ങനെയാന്നുള്ളത് അറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അയാളെ പിടിച്ച് തടവിലാക്കിയത്. അപ്പോ നാരദര് ഈ വിവരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ ബുദ്ധിപൂർവം എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണല്ലോ. അദ്ദേഹം വന്നിട്ട് ഇവിടെ വന്ന് വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഉടൻ തന്നെ ദേഷ്യം യാദവ സൈന്യത്തോടുകൂടി അങ്ങോട്ട് ആ ശോണിതപുരം, ആ നഗരിയുടെ പേര് അതാണ്, ബാണാസുരന്റെ നഗരി, അവിടെ വളഞ്ഞു. അവിടെ വളഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ പിന്നെ യുദ്ധമാണല്ലോ. അപ്പൊ ബാണാസുരന്റെ എന്താണ് പ്രത്യേകത? ശിവഭക്തനാണ്. അപ്പൊ ബാണന്റെ കോട്ട കാക്കുന്നത് ആരാണ്? സാക്ഷാൽ ഗൗരീനാഥൻ, ശിവനാണ്. അപ്പോ യുദ്ധം ആര് തമ്മിലായിരിക്കും? ശിവനും അതുപോലെ വിഷ്ണുവും. അങ്ങനെ രണ്ടു തരത്തിലുള്ള, അപ്പൊ ശിവന്റെ ഭൂതഗണങ്ങള്, യാദവരുടെ സൈന്യം. അപ്പൊ രണ്ടു കൂട്ടരും കൂടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള യുദ്ധം. അപ്പൊ ബാണനും വളരെ ശക്തിശാലിയാണ്. ബാണൻ സാത്വികയോട് യുദ്ധം ചെയ്തു, പിന്നെ സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നോട് യുദ്ധം ചെയ്തു. അപ്പൊ ശിവഭൂതഗണങ്ങളും മക്കളും എല്ലാവരും കൂടിയാണ് യുദ്ധത്തിന് വന്നിട്ടുള്ളത്. അപ്പോ ഭഗവാൻ പരമശിവനോടും എതിർത്തു എന്നാണ്. അപ്പൊ അവിടെ ആ ശൈവ വൈഷ്ണവ ശക്തികളുടെ ഒരു കൂടിച്ചേരല്, അതിന് ശരിക്കും അവിടെ അത് യുദ്ധം എന്ന് പറയുന്നതിനേക്കാളും ആ ശൈവ വൈഷ്ണവ തേജസ്സുകള് ഒത്തുചേർന്നു എന്നാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഒന്നിന്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ് എന്നുള്ള ആ ഒരു അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ലൗകികതയിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് യുദ്ധം നടന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ രണ്ടു കൂട്ടരും കൂടി യുദ്ധം നടന്നു എന്നാണ്. അങ്ങനെ യുദ്ധം കുറച്ച് കേമമായി. ആ സമയത്ത് പരമശിവൻ എല്ലാ അസ്ത്രങ്ങളെ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രം പ്രയോഗിക്കുമല്ലോ, അപ്പൊ എല്ലാം തടഞ്ഞു. അവസാനം ഭഗവാന്റെ മോഹനാസ്ത്രം ഏറ്റിട്ട് മോഹിതനായി എന്നാണ്. അപ്പൊ കാമനെ ദഹിപ്പിച്ച ആളാണ് പരമശിവൻ. പക്ഷെ ഭഗവാന്റെ മോഹനാസ്ത്രം, അപ്പൊ സമ്മോഹനം മോഹനാത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ ജൃംഭണ അസ്ത്രം അല്ലെങ്കിൽ മോഹന അസ്ത്രം പ്രയോഗിച്ചപ്പോ ശിവഭൂതങ്ങളൊക്കെ ഭയന്ന് ഓടിപ്പോയി. എല്ലാവരും അതുപോലെ പ്രദ്യുമ്നന്റെ ബാണം കൊണ്ട് മറ്റേ സ്കന്ദൻ, അതായത് സുബ്രഹ്മണ്യ സ്വാമി, എല്ലാവരും പരാജിതരായി. അപ്പൊ അവിടെ കുംഭാണ്ഡൻ, മറ്റേ മന്ത്രിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ചിത്രലേഖയുടെ പിതാവ്, കുംഭാണ്ഡൻ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു മന്ത്രിയാണ്. അയാളെ ബലരാമൻ മുസലം, ഉലക്കയുണ്ട്, കലപ്പയുണ്ടല്ലോ, രണ്ട് ആയുധങ്ങളാണല്ലോ അദ്ദേഹത്തിന്. അപ്പോ ഇവിടെ ഒരു നല്ലൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. കുംഭാണ്ഡനെ ഒരു കലമുടയ്ക്കുന്ന പോലെ അത്ര ലാഘവത്തോടെ ബലഭദ്രസ്വാമി തകർത്തു എന്നാണ്. ഒരു പുതിയ കലം ഒരു ഒലയ്ക്ക കൊണ്ട് തട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത്രയ്ക്ക് വളരെ ഒരു രസമായിട്ട് പറയാണ്. പിന്നീട് ബാണൻ നേരിട്ട് വരികയാണ്. ബാണാസുരൻ നേരിട്ട് വരികയാണ്. അപ്പൊ ബാണാസുരന് 1000 കൈകളാണ്. അപ്പൊ 500 വില്ലും 500 അമ്പും ഒക്കെ ആയിട്ട് വന്ന്
വന്നു. പക്ഷെ എല്ലാം മുറിഞ്ഞുപോയി. ഒന്നും ഭഗവാന്റെ മുന്നില് അതൊന്നും വില പോയില്ല. പിന്നീട് ഇവിടെ ഒരു ശിവജ്വരം, വിഷ്ണു ജ്വരം, അത് അങ്ങനെ ഒരു വരുന്നുണ്ട്, രണ്ടുപേര്. അത് താപം എന്നാണ് ശരിക്ക്. ഇപ്പൊ ജ്വരം എന്ന് പറയുമ്പോ പനി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് അവരുടെ ഒരു രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അപ്പൊ ഈ വിഷ്ണു ജ്വരത്തിന് അത് നല്ല അറിവുള്ള ആളാണെന്നാ പറയുന്നത്, ജ്ഞാനിയാണ്. പക്ഷെ ശിവജ്വരത്തിനും ജ്ഞാനത്തിന് കുറവൊന്നുമില്ല. പക്ഷെ കുറച്ച് തമോ ഗുണമുള്ളത് കൊണ്ട് കോപമാണ് മുന്നിൽ വരിക. അത് മാത്രമേ പ്രത്യേകത പ്രയാസമുള്ളൂ. അങ്ങനെ ആ വിഷ്ണു ജ്വരം ശിവജ്വരത്തെ ശാന്തമാക്കി എന്നാണ്. അതിനുശേഷം ഒരു വരം കൂടി കൊടുത്തു. എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ ഈ ജ്വരസ്തുതി, അത് വലിയ കേമമായിട്ട് ആണ് പറയുന്നത്. അപ്പൊ കുട്ടികൾക്കൊക്കെ പനി ഉണ്ടാവുമ്പോ ഈ ജ്വരസ്തുതി ചൊല്ലുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അപ്പൊ അവിടെ എല്ലാ വിധത്തിലും ആ തമോ ഗുണത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അപ്പൊ ബാണന്റെ കൈകളൊക്കെ മുറിച്ചു. 1000 കൈകളാണ്. അപ്പൊ 1000 കൈകളുള്ളതിന്റെ ഒരു അഹങ്കാരം ബാണനുണ്ട്. അപ്പൊ ഈ കൈകളെ മുറിച്ച് അവസാനം 4 കൈകളെ മാത്രം വിട്ടുകൊടുക്കാൻ ശിവഭഗവാൻ ആവശ്യപ്പെട്ടു എന്നാ പറയുന്നത് വിഷ്ണു ഭഗവാനോട്. കാരണം എന്താണ്, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമല്ലോ കൈകള്, അതിനു വേണ്ടി. അങ്ങനെ ആ 4 കൈകളെ വെച്ച് ബാക്കി കൈകളൊക്കെ മുറിച്ചു, ശിവന്റെ അപേക്ഷ അനുസരിച്ചിട്ട്. അപ്പോ ഭഗവാനെ ബാണാസുരൻ ബഹുമാനിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് സ്വന്തം മകളെ വളരെ സ്നേഹപൂർവ്വം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അനിരുദ്ധൻ ഉഷാസമേതനായിട്ട് ദ്വാരകയിലേക്ക് വളരെ വിജയശ്രീലാളിതനായിട്ട് തിരിച്ചു പോവാണ്. പിന്നീട് പറയുന്നത് കൃഷ്ണ അവതാരത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത് 9ാമത്തെ ശ്ലോകത്തില്. മറ്റ് അവതാരങ്ങളെക്കാളും എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ് എന്നാണ്. അപ്പോ ആരൊക്കെയാണോ ഭഗവാൻ വിജയിച്ചിട്ടുള്ളത്, അന്ന് ദേവേന്ദ്രനെ വിജയിച്ചു. ഗോവർദ്ധന ഉദ്ധാരണം അതിന്റെ ആ സമയത്ത് ദേവേന്ദ്രനെ ജയിച്ചു. അതുപോലെ ആ പശുക്കുട്ടികളെ ബ്രഹ്മാവ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബ്രഹ്മാവിനെ ജയിച്ചു. അതുപോലെ ദാവാഗ്നിയെ പാനം ചെയ്തു. അപ്പോ അഗ്നി ഭഗവാനെ ജയിച്ചു. അതുപോലെ തന്നെ നന്ദഗോപരെ വരുണ രാജധാനിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോ വരുണനെ ജയിച്ചു. ഇപ്പൊ ഇവിടെ ബാണയുദ്ധത്തില് പരമശിവനെയും ജയിച്ചു എന്നാണ്. അപ്പൊ അങ്ങനെ അല്ലയോ സർവശക്തനായിട്ടുള്ള ഗുരുവായൂരപ്പ, ഈ കൃഷ്ണാവതാരം എല്ലാ അവതാരങ്ങളെക്കാളും ശ്രേഷ്ഠമായിരിക്കുന്നു. അപ്പൊ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ കൃഷ്ണാവതാരം പോലെ വേറെ അന്യാവതാര നികരേഷ നിരീക്ഷിതം തേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ആ കൃഷ്ണാവതാരത്തിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും അവതാരം, ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ പൂർണ്ണ പുണ്യ അവതാരം എന്നുള്ളത് കൃഷ്ണാവതാരമാണ്. കാരണം ഓരോ അവതാരങ്ങളും എടുത്തിട്ടുള്ളത് ഒരു കാര്യത്തിന് എടുത്ത് പിന്നീട് ഇതില്ല. ഇവിടെ എങ്ങനെയല്ല, ആ പൂർണ്ണമായിട്ടുള്ള അവതാരം ഇത് കൃഷ്ണാവതാരമാണ് എന്നിവിടെ സമർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. മുഴുവൻ ഓരോ സംഭവങ്ങള് നമുക്ക് കാണിച്ചു തന്നിട്ട്. പിന്നെ അവസാനത്തെ ശ്ലോകത്തില് ഒരു കഥ പറയുന്നത് നൃഗമോക്ഷം എന്നാണ്. ഒരു ബ്രാഹ്മണന്റെ ഒരു ശാപം മൂലം ഒരു രാജാവ്, നൃഗൻ എന്ന് പറയുന്ന വളരെ ദാനശീലനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹം ധാരാളം ദാനം ചെയ്യുന്ന ആളാണ്. അപ്പോ ബ്രാഹ്മണർക്ക് വളരെ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളാണ്. ഒരു പ്രാവശ്യം പശുക്കളെ ദാനം ചെയ്തു. അപ്പൊ ഒരു ബ്രാഹ്മണനെ പശുവിനെ ദാനം ചെയ്തു. ബ്രാഹ്മണൻ അത് സന്തോഷപൂർവ്വം വീട്ടിൽ കൊണ്ടുപോയി. പക്ഷെ ആ പശു അവിടെ നിന്ന് ഓടിപ്പോന്നു, തിരിച്ച് ഇവിടെ തന്നെ വന്നു.
രാജാവിന്റെ അടുത്ത് തന്നെ വന്നു. അപ്പൊ ഈ പശുക്കളെ കൂട്ടം തെറ്റി വീണ്ടും തിരിച്ചിങ്ങോട്ട് വരിക, അങ്ങനെയൊക്കെ സാധാരണ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് രാജാവ് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്. രാജാവ് എന്ത് ചെയ്തു, വേറൊരു ബ്രാഹ്മണനെ ദാനം ചെയ്തപ്പോ ഈ വന്നു ചേർന്ന ആ പശുവിനെ കൊടുത്തു. അപ്പൊ മറ്റേ ബ്രാഹ്മണൻ തിരിച്ചു വരികയാണ്, പശുവിനെ കാണാനില്ല, ദാനം കിട്ടിയ പശുവിനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് കൊടുത്ത ബ്രാഹ്മണൻ അതിനെ കൊണ്ടുപോകുമ്പോ അവര് തമ്മില് വഴക്കായി. എന്റെ പശുവിനെ നിങ്ങൾ എന്താ, അപ്പൊ ഇത് രാജാവ് തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണന് ഒന്നും അറിയില്ലല്ലോ. അവസാനം രണ്ടുപേരും കൂടി രാജാവിന്റെ അടുത്ത് വന്നു. അപ്പൊ അതൊരു ചെറിയൊരു എന്താ പറയാ, അശ്രദ്ധ എന്ന് പറയാം. അത് സംഭവിച്ചതിന്റെ പേരിലാണ് ഈ മൃഗൻ എന്ന രാജാവ് ഒരു ഓന്തായിട്ട് ജീവിക്കേണ്ടി വന്നു എന്നാണ്. അപ്പൊ അത്രയും ഒരു അശ്രദ്ധ പോലും ഉണ്ടാവാൻ പാടില്ല. ദാനം കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം അത് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് അതിനെ ആ ഓന്തായിട്ട് പരിണമിച്ചു. പിന്നീട് കൃഷ്ണന്റെ കരസ്പർശം ഉണ്ടാകുമ്പോൾ വീണ്ടും മോക്ഷം ലഭിക്കുമെന്നാണ്. അപ്പൊ അവിടെ ഒരു സമയത്ത് അവിടെ വെള്ളത്തിന് എന്തോ ക്ഷാമം ഉണ്ടാവുക എന്തോ ചെയ്തു. അപ്പൊ ഒരു കിണറ്റില് കുറച്ച് വെള്ളമുണ്ട്. അപ്പൊ വെള്ളം എടുക്കുമ്പോ എല്ലാവരും കൂടി ചെന്നു അവിടെ ഒരു ഓന്ത്. അപ്പൊ എന്താ ഇത് അങ്ങനെ വിചാരിച്ചു നോക്കുമ്പോ കൃഷ്ണൻ അവിടേക്ക് എത്തുകയാണ്. കൃഷ്ണൻ അവിടെ എത്തി ആ ഓന്തിനെ പുറത്തെടുക്കാനായിട്ട് ശ്രമിക്കുക എന്തോ ചെയ്തു. അപ്പൊ കരസ്പർശം ഉണ്ടാവണം എന്നാണല്ലോ. തൊട്ടപ്പോ അത് ആ രാജാവായിട്ട് ആ കഴിഞ്ഞ സാക്ഷാൽ രൂപത്തിലേക്ക് വന്നു. അങ്ങനെ എല്ലാവരാലും പൂജിക്കപ്പെടുന്ന, എല്ലാവരെയും പശുക്കളും ബ്രാഹ്മണരും എല്ലാവരും പൂജ്യരാണ് എന്ന് കൃഷ്ണാവതാരത്തില് കൃത്യമാക്കി കൊടുക്കാണ്. ഇതൊക്കെ ഓരോ സംഗതികളും എല്ലാം ഇതൊക്കെ പൂജിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത്. അങ്ങനെ അവസാനം ആ ഭട്ടതിരിപ്പാട് ശരിക്കൊരു ആദരാഞ്ജലി ഭഗവാനെ പറയാണ്. ഭഗവാനെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ പവനേശ, അപ്പൊ എല്ലാറ്റിനെയും പാവനമാക്കുന്ന, എല്ലാറ്റിനെയും പുണ്യമാക്കുന്ന, എല്ലാറ്റിനെയും പരിശുദ്ധമാക്കുന്ന അല്ലയോ ഭഗവാനെ എന്റെ മനസ്സിനെയും പരിപാവനമാക്കണേ. അപ്പൊ മനസ്സ് പരിപാവനമാവുക എന്ന് പറയുമ്പോ ഭക്തി നിറയ്ക്കണേ എന്ന് തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോ എത്ര ഭക്തിയോടുകൂടി അല്ലാതെ ഇതൊന്നും പറയാനോ, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോ തന്നെ ഇതൊന്നും ഭക്തിപൂർവമാണെങ്കിൽ മാത്രം ഇതൊക്കെ വായിച്ചാൽ നമുക്ക് അതിന്റെ ശരിയായിട്ടുള്ള ആ ഭാവം മനസ്സിൽ കിട്ടുള്ളൂ. അപ്പൊ മേൽപ്പത്തൂര് പറയാണ്, ഏതെങ്കിലും വിധത്തില് ഞാൻ എന്തെങ്കിലും എൻ്റെ ഉള്ളില് അഴുക്കുണ്ടെങ്കിൽ, മനോമാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്ത് എൻ്റെ മനസ്സിനെ പാവനമാക്കണേ, പരിപാവനമാക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമുക്കും പ്രാർത്ഥിക്കാം, ഭഗവാനെ എല്ലാവിധ മനോമാലിന്യങ്ങളെയും നീക്കി ഞങ്ങളെ ഭക്തിയുടെ നല്ല നിലയിൽ എത്തിക്കണേ, ഭക്തിയിൽ കൂടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരി ഓം.